മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട CMRL നൽകിയ ഹർജി നിഷ്കരണം ഹൈക്കോടതി തള്ളി. നിഷ്കരണമല്ല, അതായത് നിയമം അനുസരിച്ച് അവര് തള്ളി. അവർക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നിഷ്കരണവും കരുണയൊന്നും വരുന്നില്ലല്ലോ. ഒരു ന്യായാധിപന് ന്യായം പറയാനേ കഴിയുള്ളൂ. നീതിപീഠം അവരുടെ ബുക്കുകളൊക്കെ പരിശോധിച്ച് ഈ ഹർജി നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടിട്ട് അത് തള്ളി. അതല്ലേ കറക്റ്റ്? അതെ. അപ്പോ പക്ഷെ അത് പിണറായിക്കും മകൾക്കും അത് നിഷ്കരണമായിരിക്കും. യാതൊരു എന്താ പറയാ ഒരു ഇതും ഇല്ലാതെയാണ് അങ്ങ് തള്ളിയിരിക്കുന്നത്. അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? പറയുന്ന കുറെ കാര്യങ്ങളില് സംഭവം, അതായത് സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല. പിണറായി ഈ ED പരിധിയിൽ വരുന്നില്ല. അദ്ദേഹത്തെ കുറിച്ചല്ല ED നടത്തിക്കൊണ്ടു പോകുന്നത്. അവര് അന്വേഷണം വീണയെ കുറിച്ചാണ്. വീണയെ താമസിക്കുന്ന വീട്ടിലാണ് അവർ ചെന്നത്. റിയാസിന്റെ വീട്ടിൽ എന്തിനു ചെല്ലണം? അതിനാർക്കും പ്രശ്നമില്ലല്ലോ. വീണയുടെ ഭർത്താവിന്റെ വീടെന്ന നിലയിലാണ് റിയാസിന്റെ വീട്ടിൽ ചെന്നത്. വീണ എവിടെയൊക്കെ താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ അവർ ചെല്ലുന്നുണ്ട്. വീണയുടെ വീട്ടിലാണ് കണ്ണൂര് ചെന്നത്. പിണറായി തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ തിരിഞ്ഞു പോലും അവർ നോക്കിയില്ല എന്ന്. 9 മണിക്കൂർ മൂത്രമൊഴിക്കാൻ പോലും പറ്റാണ്ട് അദ്ദേഹത്തെ പിടിച്ചിരുത്തി എന്നൊക്കെയാണ് ഓരോ നേതാക്കന്മാര് പറഞ്ഞത്. അങ്ങനെ ആവശ്യത്തിന് മൂത്രവും ഒഴിച്ചു, ആവശ്യത്തിന് ഭക്ഷണവും കഴിച്ചു, ഒക്കെ കഴിച്ചു. അതുകൊണ്ട് പിണറായി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി നിർത്താം. നമ്മള് മറ്റേ SFIക്കാരും DYFIക്കാരും CPMകാരും പറയുന്ന പോലെ ആ ഹൈപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സത്യമായി ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഇത് പിണറായിക്ക് എതിരെയുള്ള വിധിയല്ല, പിണറായിക്ക് ഫോറായിട്ടുള്ള വിധിയുമല്ല. പക്ഷെ വീണ എന്ന പ്രതിപക്ഷ നേതാവിന്റെ മകൾക്ക് ഇനി ആശങ്കയുടെ, പരാക്രമത്തിന്റെ, വെപ്രാളത്തിന്റെ, പരവേശത്തിന്റെ മിനിറ്റുകളാണ് അല്ലെങ്കിൽ സെക്കൻഡുകളാണ് വരാൻ പോകുന്നത്. EDയുടെ ഡയറക്ടർ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം എറണാകുളത്തുണ്ട്. അദ്ദേഹം വിളിച്ചു വരുത്തിയിരിക്കുന്നു സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ. EDയെ ആക്രമിക്കുക എന്ന് പറയുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് എതിരെയുള്ള ഏറ്റവും വലിയ അതിക്രമമാണ് നടന്നിരിക്കുന്നത്. നമ്മളൊന്ന് കണ്ടില്ലേ പ്രജിത? വൈറ്റ് ഇന്നോവ കാറ് വരാം, ബാഹുബലികളാണ്. CPM ബാഹുബലികള്. തടഞ്ഞു നിൽക്കാൻ തോന്നുന്നു. പുറത്തോട്ട് തിരിഞ്ഞു നിന്നിട്ട് കൈ പുറകിലേക്ക് വെച്ച് തടഞ്ഞു നിർത്ത ഒരു ഇന്നോവ കാറിന്റെ ശക്തി എന്താണെന്ന് ഇവർക്ക് അറിയില്ലേ? ഇവരെയും കൊണ്ട് കാറ് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇവരുടെ പ്രവർത്തകർ തന്നെ വന്ന് കുറച്ചുപേര് പിടിച്ചു മാറ്റുന്നു, കുറച്ചുപേര് പിന്നെയും തടയാൻ നോക്കുന്നു. ആ ഡ്രൈവർ ഇവര് വലിച്ചെറിയാണ്, കല്ലും കട്ടയൊക്കെ വലിച്ചെറിയുമ്പോ അദ്ദേഹം അതിന്റെ ഉള്ളിൽ കിടന്ന് ആക്രോശിക്കുന്നു. അതായത് ജീവഭയത്താൽ നിലവിളിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അതിക്രമങ്ങളൊക്കെ അഴിച്ചുവിട്ട സാഹചര്യത്തിൽ ഇന്ന് കോടതി വിധി വരുമെന്നിരിക്കെ അതിന് നേതൃത്വം നൽകാൻ എന്ത് തീരുമാനങ്ങൾ എടുക്കണം, ഞാനുണ്ട് ശക്തമായി നിങ്ങളോടൊപ്പം എന്ന് കാണിക്കാൻ വേണ്ടി EDയുടെ ഡയറക്ടറാണ് കൊച്ചു പടവലങ്ങ പോലെ കിടക്കുന്ന കേരളത്തിൽ വന്നിരിക്കുന്നത്. ഇന്ന് EDയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിന് മുന്നിൽ നല്ല പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്, നിറയെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. മീഡിയ അവിടെ തന്നെ നിൽക്കുകയാണ്. പണ്ട് NIAയുടെ ഓഫീസ് ഗിരിനഗറിൽ ഉണ്ടായിരുന്നു, അതിപ്പോ കളമശ്ശേരിയിലേക്ക് മാറ്റി. അതുകൊണ്ട് ഗിരിനഗർ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ഒരു ആശ്വാസമുണ്ട്. അല്ലെങ്കിൽ എല്ലാത്തിനും അതിന്റെ മുമ്പിലേക്ക് ആൾക്കാർ എരച്ചു ചെല്ലും, ബാരിക്കേഡ് വെക്കും. ആ റോഡിൽ താമസിക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഇപ്പൊ അത് കളമശ്ശേരിയിലേക്ക് മാറി. ഇത് മെയിൻ റോഡിലാണ്. കടവന്ത്രയ്ക്കും മനോരമ ജംഗ്ഷനും ഇടയ്ക്ക് മെയിൻ റോഡിലാണ് EDയുടെ ഓഫീസ് വച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇന്ന്. പക്ഷേ നമ്മളിപ്പോൾ സംസാരിച്ചു വരുന്നത് വീണ തൈക്കണ്ടി. വീണ വിജയൻ എന്ന് പോലും അല്ല അവരുടെ പേര്, അല്ലെങ്കിൽ വീണ റിയാസ് എന്ന് പോലും അല്ല അവരുടെ പേര്. വീണ തൈക്കണ്ടി അവസ്ഥ എന്തായിരിക്കുമെന്നാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്. ഇതിപ്പോ എങ്ങനെയായിരിക്കാം എന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും ആയിരിക്കില്ല. ഏതാണ്ട് ഒരു ധാരണയൊക്കെ എന്തായാലും ഒരു ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെ മകൾ കൂടിയാണല്ലോ. അപ്പൊ വീണയ്ക്ക് തീരെ അയ്യോ ഇങ്ങനെ ഒരു വിധി വരും എന്നൊക്കെ ഉള്ള ഒരു ഇതൊന്നും ആയിരിക്കില്ല. അദ്ദേഹം സ്വന്തം മകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വയസ്സുകാലത്ത് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം എനിക്ക് തരൂ നേരെന്ന് മേടിച്ചത്. സ്വന്തമായി വോട്ട് ചെയ്തുന്നേ അദ്ദേഹത്തിന് വേണ്ടി തന്നെ. അത് നേടിയെടുത്തത് ഒരു പരിരക്ഷ, പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന ഒരു വിശ്വാസത്തിലാണ്. മാത്രമല്ല അണികളെയൊക്കെ അദ്ദേഹം പറഞ്ഞ് പറ്റിക്കുകയാണ്, അല്ലെങ്കിൽ പാർട്ടി നേതാവ് ഡ്രില്ല് മാസ്റ്റർ ഉൾപ്പെടെയുള്ളവര് പറഞ്ഞ് പറ്റിക്കുകയാണ്. ഇത് പിണറായി വിജയനെതിരെയുള്ള കേസാണ്. ആണെങ്കിൽ എന്താ, ഹീസ് ജസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ.
വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിൽ പ്രതിയാണെങ്കിൽ ജസ്റ്റ് എ ക്രിമിനലിന്റെ അല്ലെങ്കിൽ ഒരു പ്രതിയാണ്, പാർട്ടിയുടെ നേരെയല്ല. അത് പിന്നെയും പറയാം, പാർട്ടി സഖാക്കന്മാരെല്ലാരും ചേർന്ന് അവരുടെ തത്വസംഹിതകളിൽ വിശ്വസിക്കാത്ത ഒരാളെ കൊന്നു, അത് പാർട്ടിയുടെ ഒരു ഇതായിട്ട് നമുക്ക് പറയാം. പക്ഷേ ഇതൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു ബിസിനസ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ആ വ്യക്തിയുടെ അച്ഛനായി പോയി മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവെന്ന് മാത്രമേ ഉള്ളൂ. അതിന് യാതൊരു ലീഗൽ പ്രൊട്ടക്ഷനും ഇല്ല. മാത്രമല്ല CMRL കൊടുത്ത കേസിൽ അവർക്ക് മാത്രമേ സ്റ്റേ ഉള്ളൂ. ആ കേസിൽ കക്ഷികളായിട്ടുള്ള മറ്റു ആൾക്കാർക്കെതിരെ ഉണ്ടെന്ന് വക്കീൽ എഴുന്നേറ്റ് ചോദിക്കുമ്പോൾ ജഡ്ജി പറയുന്നതില്ല, ഇത് CMRL മാത്രമേ ഈ പ്രൊട്ടക്ഷൻ അവരുടെ വെള്ളിയാഴ്ച വരെ സ്റ്റേ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നുള്ളൂ. ഇനി നടക്കാൻ പോകുന്നത് വീണയെ വിളിച്ചു വരുത്തും, സമൻസ് കൊടുക്കും. പ്രജിത, ഇന്നലെ ഞാൻ എവിടെയോ വായിക്കുണ്ടായി CMRL തോറിയം എന്ന് വളരെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള, അതായത് യുദ്ധത്തിന്റെ മുഖങ്ങളിൽ ഉപയോഗിക്കുന്ന പല പല വെടിക്കോപ്പുകൾക്കും ഉപയോഗിക്കുന്ന തോറിയം കണ്ടന്റ് പോലും ഇവിടെ CMRL കയറ്റി അയച്ചിട്ടുണ്ടോ ലോകരാഷ്ട്രങ്ങളിലേക്ക് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കേസിന്റെ മുഖം തന്നെ മാറി, രാജ്യദ്രോഹമായി മാറി. അപ്പൊ രാജ്യദ്രോഹ കുറ്റത്തിന് ഇരയാകാൻ പോകുന്ന ഒരു കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിക്കുക എന്ന് പറയുന്നത് രാജ്യദ്രോഹപരമായ ഒരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അതിന്റെ ഇതിലേക്കൊന്നും പോകണ്ട, അവർക്ക് എന്ത് കഴിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ശ്രീമതി വീണയുടെ കമ്പനിക്ക് അതിനുള്ള ആംപിയർ ഉണ്ടോ, ഇതൊക്കെ കൊടുക്കാൻ എന്നുള്ളതല്ല. മാസപ്പടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീ പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കൊടുത്ത ഒരു എന്താണ് പറയുന്നത്, അദ്ദേഹം തിരിച്ചു ചെയ്തു കൊടുത്ത ഉപകാര സ്മരണയായിട്ട് തന്നെ നമ്മൾ കൂട്ടിയാൽ മതി. പക്ഷെ തോറിയം CMRL കയറ്റി അയച്ചിട്ടുണ്ട് എങ്കിൽ, ഈ ധാതു ലവണങ്ങൾക്കൊപ്പം കയറ്റി അയച്ചിട്ടുണ്ടെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കേസിന്റെ മുഖം തന്നെ മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ED ഡയറക്ടറേറ്റ് ചൂട് കേസ് ലെസ് ദാൻ 2 crores അങ്ങനെയുള്ള ഒരു കേസിന് വേണ്ടിയിട്ട് ED ഡയറക്ടറുടെ വരുന്ന തോന്നുന്നുണ്ടോ? എത്രയോ കോടികളുടെ കേസുകളാണ് അവർ ഓരോ ദിവസവും ആഴ്ചതോറും ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ ഈ കേസിന്റെ മുഖം മാറിയിരിക്കുന്നു. ഈ കേസ് തോറിയം എന്നുള്ളൊരു ലവണം കയറ്റി അയച്ചിട്ടുണ്ടെങ്കിൽ ഇത് രാജ്യദ്രോഹ കുറ്റമായി മാറിയിരിക്കുന്നു. വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനൊരു കമ്പനിയിൽ നിന്നാണ് റീറ്റെയിനർ ഫീസ് മേടിച്ചിട്ടുണ്ട് എങ്കിൽ അപ്പോൾ അവരുടെയും മുഖത്ത് നിന്ന് വികൃതമായിരിക്കുന്നു. അപ്പോ പിണറായിക്ക് ഇതിലൊന്നുമില്ല, പിണറായി ഇതിൽ ഇംപ്ലിക്കേറ്റഡുമല്ല, പിണറായിക്കാണ് ഇത് കൊടുത്തിട്ടുള്ളതെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സ്വന്തം മകളുടെ കാര്യമാണല്ലോ. അപ്പൊ സ്വന്തം മകളുടെ കാര്യം പറഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ കണ്ടതാണ്, നിയമസഭയിൽ പോലും മകളുടെ കാര്യം മാത്യു കുഴൽനാടൻ പറയുമ്പോൾ വീട്ടിലിരിക്കുന്നവർ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെ പൊട്ടിത്തെറിച്ച ഒരു അച്ഛൻ കൂടിയാണ്. അപ്പൊ നിയമസഭയിൽ അദ്ദേഹം അച്ഛനായി മാറിയ കാഴ്ചയും കണ്ടു. മുഖ്യമന്ത്രിയല്ല, അച്ഛനായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പൊ മാം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ തോറിയം കണ്ടന്റിന്റെ കാര്യമൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസിന്റെ മുഖം തന്നെ മാറിപ്പോവുകയാണ്. അപ്പൊ ആ രീതിയിൽ വലിയൊരു ചാർജ് കൂടി വീണയ്ക്ക് മേൽ ചുമത്തേണ്ടി വന്നാൽ ഇത് എങ്ങനെ അതിനെ തരണം ചെയ്യും? പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇപ്പോ തന്നെ ഇവർക്ക് 35 സീറ്റേ ഉള്ളൂ. അതായത് CPM-നല്ല കേട്ടോ, LDF മുന്നണിക്ക് 35 സീറ്റേ ഉള്ളൂ. ഈ കേസിൽ പിണറായിയും CPM-ഉം വീണയ്ക്കു വേണ്ടി റോഡിലിറങ്ങിയ ആളുകളെ കൊണ്ട് ആയുധം എടുപ്പിച്ച് ഇരുമ്പഴിക്ക് പിറകിലാക്കുകയാണെങ്കിൽ ഇതോടുകൂടെ CPM ഇവിടെ ഇല്ലാതെയാകും, കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും. ഇപ്പോ വെസ്റ്റ് ബംഗാളിൽ നിന്ന് മമതാ ബാനർജി അവരെ തൂത്തെറിഞ്ഞ പോലെ അതിന്റെ ഒന്നും യാതൊരു ആവശ്യവും ഉണ്ടാവില്ല. ജനങ്ങളുടെ മനസ്സിൽ തന്നെ സംപൂജിതയാവും. കുട്ടി കണ്ടില്ലേ എന്താണ് പിണറായിയുടെ വീടിന്റെ ചിത്രം മുകളില് റെയ്ഡ് ചെയ്ത വീട് മുകളിൽ കൊടുത്തിരിക്കുന്ന നല്ല എത്രയോ ലക്ഷം വില മതിക്കാൻ വാടക കൊടുക്കുന്ന 5 കിടപ്പുമുറിയുള്ള വീട്, താഴെ ഇവർക്ക് വേണ്ടി EDയെ ആക്രമിച്ച് ജയിലിൽ പോയ സഖാവിന്റെ വീട്. അത് രണ്ടും കമ്പയർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ സഖാക്കന്മാർക്ക് മനസ്സിലാക്കിക്കൂടെ, ഞങ്ങളെ വെറും ചുടുചട്ടുകമായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. പിണറായി പുറത്തേക്ക് ഇറങ്ങി വന്നോ? ആ AC-യുടെ പരിലാളനിൽ അദ്ദേഹം ഇരുന്നതല്ലേ ഉള്ളൂ. ഇനിയും പലതും ഇവിടെ നടക്കും. ED വളരെ ശക്തമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട SFI കുട്ടികളെ, DYFI കുട്ടികളെ, നിങ്ങളുടെ ജീവിതം 25 പേരാണ് ഇപ്പൊ EDയെ ആക്രമിച്ചു എന്ന കേസിൽ ജയിലിൽ കിടക്കുന്നത്. അവർക്ക് ജാമ്യം പോലും കിട്ടാൻ പോകുന്നില്ല. ED എന്ന് പറയുകയാണെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും അഭിമാനപൂർവ്വം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യുന്ന സമയത്ത് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കഠിനമായ ശിക്ഷയാണ്. പുറം ലോകം കാണില്ല.
പരോള് പോലും കിട്ടില്ല. അവർ ഡൽഹിയിലോ തമിഴ്നാടിലോ ഒക്കെയുള്ള ജയിലുകളിൽ താമസിക്കുമ്പോൾ അവർക്ക് എവിടെ നിന്നാണ് പരോള് കിട്ടുന്നത്? പരോള് കൊടുക്കണമെങ്കിൽ പോലും ഇപ്പോൾ ഭരിക്കുന്നത് പിണറായി അല്ലല്ലോ. അപ്പോ നമുക്ക് പറയാനുള്ളത്, ഇനി കേരളം ചുടാനും കത്തിക്കാനും റോഡുകളിൽ ഇറങ്ങി പ്രതിഷേധിക്കാനും കല്ലെടുത്തെറിയാനും നിൽക്കണ്ട. ജീവൻ രക്ഷാ പ്രവർത്തനം നടത്താൻ ആരും കൂടെയില്ല. സ്വന്തം ജീവിതം അപകടത്തിലാകുകയുള്ളൂ, സ്വന്തം ജീവിതം വഴിമുട്ടുകയുള്ളൂ. ഇനി നടക്കാൻ പോകുന്നത് അച്ഛൻ്റെയും മകളുടെയും വിധി എന്ന് കരുതുക. നിങ്ങളുടെ വിധി അതിലേക്ക് കോർത്ത് ചേർക്കാണ്ടിരിക്കുക. നിങ്ങൾ സ്വന്തമായി ജീവിക്കുക, നല്ല മനുഷ്യരായി ജീവിക്കുക, ഒരു തെറ്റും ചെയ്യാതിരിക്കുക. തെറ്റ് ചെയ്തവൻ വെള്ളം കുടിക്കും. പിണറായി തന്നെ പറഞ്ഞു, അവിടെ 9 മണിക്കൂർ എഴുതുന്നപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം കുടിച്ചു, ആവശ്യത്തിന് ആഹാരം കഴിച്ചു, ആവശ്യത്തിന് മൂത്രമൊഴിച്ചു എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള എല്ലാ സാവകാശവും ഇഡി കൊടുത്തു. അദ്ദേഹത്തിനോടൊപ്പം ഒരു നിഴലായി മകൾ നടക്കുമ്പോൾ ആ നിഴൽ എവിടെയൊക്കെ ഉണ്ട്, ആ നിഴൽ എന്തുമാത്രം വളർന്നു വന്നിരിക്കുന്നു എന്ന് അറിയാനുള്ള കടമ ഇഡി ഉദ്യോഗസ്ഥർക്കുണ്ട്. അതനുസരിച്ചല്ലേ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. മകളെ നിഴൽ പോലെ കൊണ്ടു നടക്കുമ്പോൾ ഇത് അച്ഛൻ ഓർക്കണമായിരുന്നു. അദ്ദേഹം വിചാരിച്ചു ഇഡി അവിടെ കയറില്ല എന്ന്. ഒരു പ്രതിപക്ഷ നേതാവിനെ അല്ല അവർ ചോദ്യം ചെയ്തത്. സമൻസും അദ്ദേഹത്തിനെതിരല്ല. മകൾ എവിടെയുണ്ട് അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചപ്പോൾ ആ കോഴിയുടെ ചിറകിനടിയിൽ നിന്ന് ചിക്കനെ ഒന്ന് അടുത്ത് മാറ്റി അദ്ദേഹത്തിന് അവരുടെ കാര്യം നോക്കി. അതിന് ഇവരൊന്നും റോഡിലിറങ്ങി പ്രതിഷേധിച്ച് യാതൊരു കാര്യമില്ല. ഇപ്പം വെയിലും മാറി, മഴക്കാലം, മഴ കൊണ്ട് ജലദോഷവും പനിയും ഒന്നും പിടിക്കണ്ട. ഇഡിയുടെ പാട്ടിന് വീഴും. നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി മുന്നോട്ട് പോകും.